ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഇൻപുട്ട് ചെയ്യുന്നത്, യൂസർ ഇൻപുട്ട് എങ്ങനെയാണെന്ന്. ഇപ്പം ഇൻപുട്ട് ഫംഗ്ഷനാണ്. ഇപ്പോൾ നമ്മളിവിടെ നെയിം, മെയിൽ ഐ ഡി, ഫോൺ ഇത് മൂന്നും പ്രിൻ്റ് ചെയ്യാനുള്ള ഒരു പ്രോഗ്രാമാണ് ഇവിടെ ചെയ്യുന്നത്. ആദ്യം നമുക്ക് ഈ പ്രോഗ്രാം ഒന്ന് റൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ റൺ ചെയ്യുമ്പോൾ ആദ്യം ഇതുണ്ടോ, എൻ്റർ യുവർ നെയിം. അപ്പോൾ നമ്മൾ എൻ്റർ നെയിം കൊടുക്കുക, JOHN, ജോൺ എന്ന് കൊടുത്തു. എൻ്റർ ചെയ്തു കഴിയുമ്പോൾ ഇതാ ഇവിടെ വന്നിരിക്കുന്നു എൻ്റർ യുവർ മെയിൽ ഐ ഡി കൊടുക്കാം, john@gmail.com. അത് എൻ്റർ ചെയ്തു കഴിയുമ്പോൾ ഇതാ എൻ്റർ യുവർ ഫോൺ നമ്പർ നമുക്ക് 987654 കൊടുത്തു. എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ ഇതാ ഇവിടെ ഇങ്ങനെ വന്നിരിക്കുന്നു. ഇതാ നെയിം john@gmail.com 98765 ഇതാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ എന്താ ചെയ്തതെന്ന് നോക്കാം. ഇതാ ആദ്യം ഇൻപുട്ട് എന്ന് പറയുന്ന ഈ ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ടുണ്ട്, എൻ്റർ യുവർ നെയിം. അപ്പം നമ്മളിവിടെ ഒരു നെയിം എൻ്റർ ചെയ്യാനായിട്ട് ഇങ്ങനെ എഴുതി കാണിക്കും, എൻ്റർ യുവർ നെയിം. അപ്പം നമ്മളൊരു നെയിം അവിടെ എൻ്റർ ചെയ്താൽ ഈ വേരിയബിളിലേക്ക്, നെയിം എന്ന വേരിയബിളിലേക്ക് ആ എൻ്റർ ചെയ്ത നെയിം പോകും. അടുത്തത് ഇൻപുട്ട് എന്ന ഫംഗ്ഷൻ എൻ്റർ യുവർ മെയിൽ ഐ ഡി എന്ന് എഴുതി കാണിക്കും. അപ്പോൾ എഴുതി കാണിക്കുമ്പോൾ നമ്മൾ മെയിൽ ഐ ഡി ഇൻപുട്ട് ചെയ്യണം. അപ്പം ഈ മെയിൽ ഐ ഡി എന്ന് പറയുന്ന വേരിയബിളിലേക്ക് ആ മെയിൽ ഐ ഡി സേവ് ചെയ്യും. അത് നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ നമ്മളോട് പറയും എൻ്റർ യുവർ ഫോൺ നമ്പർ എന്നാണ് പറയുക. അപ്പോൾ നമ്മൾ ഫോൺ നമ്പർ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇൻപുട്ട് എന്ന് പറയുമ്പോൾ ഇതാണ് എഴുതി കാണിക്കുക. അപ്പോൾ നമ്മൾ ഈ ഫോണിലേക്ക് നമ്മൾ എൻ്റർ ചെയ്ത ഫോൺ നമ്പർ ചെല്ലും. അപ്പോൾ പ്രിൻ്റ്, ആദ്യം നെയിം പ്രിൻ്റ് ചെയ്യും, പിന്നെ മെയിൽ ഐ ഡി പ്രിൻ്റ് ചെയ്യും, പിന്നെ ഫോണിന് പ്രിൻ്റ് ചെയ്യും. ഇതാണ് ഇവിടെ ഇതാണ് ആദ്യം നമ്മൾ എൻ്റർ ചെയ്യാൻ ചോദിക്കുന്ന നെയിം, എൻ്റർ യുവർ നെയിം. കണ്ടോ, ഒന്നും കൂടെ റൺ ചെയ്ത് നോക്കാം. കണ്ടോ, എൻ്റർ യുവർ നെയിം. അപ്പോൾ നമ്മൾ എൻ്റർ ചെയ്ത് എടുക്കുന്നു, മോഹൻ. എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ ചോദിക്കും, ഇതുണ്ടോ ഇവിടുത്തെ എൻ്റർ യുവർ നെയിം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ അത് എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ, മോഹൻ എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ ഉടനെ നമുക്ക് ഇവിടെ എൻ്റർ യുവർ മെയിൽ ഐ ഡി എന്ന് പറയും. അപ്പോൾ നമ്മൾ മെയിൽ ഐ ഡി എൻ്റർ ചെയ്യുക, mohan@gmail.com. എൻ്റർ ചെയ്തു. അത് എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ ഉടനെ എൻ്റർ യുവർ ഫോൺ നമ്പർ എന്നാണ് പറയുക. അത് എൻ്റർ ചെയ്തു, കണ്ടോ, എൻ്റർ യുവർ ഫോൺ നമ്പർ എന്ന് പറയും. അപ്പോൾ യൂസർ എൻ്റർ ചെയ്ത് കൊടുക്കണം, 987654 എൻ്റർ ചെയ്ത് കൊടുക്കും. അത് എൻ്റർ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ നെയിം, ഇവിടെ നെയിം നമ്മൾ ആദ്യം ഇൻപുട്ട് ചെയ്ത നെയിം മോഹൻ ആദ്യം പ്രിൻ്റ് ചെയ്യും, പിന്നെ മെയിൽ ഐ ഡി mohan@gmail.com എന്ന് പ്രിൻ്റ് ചെയ്യും. അത് കഴിഞ്ഞാൽ ഫോണ് പ്രിൻ്റ് ചെയ്യും. നമുക്ക് നോക്കാം, എൻ്റർ കണ്ടോ, mohan@gmail.com 987654 കണ്ടോ, ഇതാണ് ഇവിടെ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഇൻപുട്ട് ഫംഗ്ഷൻ ഉപയോഗിച്ച് ഒരു റൗണ്ട് ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ ഇങ്ങനെ ഡബിൾ കോട്ടിൽ എഴുതുക. അതായിരിക്കും അത് നമ്മളിവിടെ എഴുതി കാണിക്കും. ഇതിവിടെ എഴുതി കാണിക്കും, കണ്ടോ, ഡബിൾ കോട്ടിൽ എഴുതുന്നത് ഇവിടെ എഴുതി കാണിക്കും. അപ്പോൾ നമ്മൾ യൂസർ എൻ്റർ ചെയ്യുന്ന വാല്യൂ ഈ നെയിമിലേക്ക് പാസ് ചെയ്യും. അത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ കാണിക്കുക, അടുത്തതാണ് കാണിക്കുക, അടുത്ത ഡബിൾ കോട്ടിലുള്ളത് കാണിക്കും, എൻ്റർ യുവർ മെയിൽ ഐ ഡി എന്ന് പറയും. അപ്പോൾ നമ്മൾ എൻ്റർ ചെയ്യുന്ന വാല്യൂ ഈ മെയിൽ ഐ ഡി എന്ന് പറയുന്ന വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യും. അത് എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ ഉടനെ എഴുതി കാണിക്കും, എൻ്റർ യുവർ ഫോൺ നമ്പർ എന്ന് പറയും. എൻ്റർ യുവർ ഫോൺ നമ്പർ. അത് നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ ഫോൺ എന്ന് പറയുന്ന ഈ വേരിയബിളിലേക്ക് ആ വാല്യൂ പാസ് ചെയ്യും. അത് കഴിഞ്ഞാൽ മൂന്നാമത്തെ എൻ്റർ ചെയ്യുമ്പോൾ ഈ പ്രിൻ്റ് ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, അത് എങ്ങനെയാണ് നമ്പേഴ്സ് ഇൻപുട്ട് ചെയ്യുന്നതെന്നാണ്. ഇപ്പം num1 എന്ന് പറയുന്ന ഒരു വേരിയബിൾ എടുക്കുക, = ഇനി ഇൻറ്റ് എന്ന് പറഞ്ഞാൽ ഈ ബ്രാക്കറ്റിൽ ഉള്ളിലുള്ളതിൻ്റെ ഇൻറ്റിജറായിട്ട് മാറ്റും. നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. ആദ്യം ഉണ്ടോ, എൻ്റർ യുവർ നമ്പർ 1, ഇതാണ് എഴുതി കാണിച്ചിരിക്കുക, എൻ്റർ യുവർ നമ്പർ 1.
നമ്മൾ എൻ്റർ ചെയ്തു. നമ്പർ 1 ഇവിടെ എൻ്റർ ചെയ്യുവാണ്. 45 എൻ്റർ ചെയ്തു. ഉടനെ ഇത് ഇവിടെ എഴുതി കാണിച്ചു. എൻ്റർ യുവർ നമ്പർ 2 എന്ന് എഴുതി കാണിച്ചു. ഈ എൻ്റർ യുവർ നമ്പർ 2 എന്നുള്ളത് ഇവിടെ എഴുതി കാണിച്ചു. നമ്പർ 2 നമ്മൾ എൻ്റർ ചെയ്യാൻ പോവുകയാണ്. 32 എൻ്റർ ചെയ്തു. സം 77 ഇത് കണ്ടോ, ഈ സം എന്നുള്ളത് 77 ഇവിടെ ഔട്ട്പുട്ട് കിട്ടി. അപ്പോൾ ഇവിടെ എന്താ ചെയ്യുകയെന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ 45 ആണ് എൻ്റർ ചെയ്യുന്നത്. എൻ്റർ യുവർ നമ്പർ 1 അത് 45 എൻ്റർ ചെയ്തു. അത് ഇൻപുട്ട് ഫംഗ്ഷൻ ഉപയോഗിച്ചാണ് അത് എൻ്റർ ചെയ്യുന്നത്. എൻ്റർ ചെയ്യുമ്പോൾ അതൊരു സ്ട്രിങ് വേരിയബിളായിട്ടാണ് എടുക്കുന്നത് നമ്മൾ 45നെ. അതിനെ ഇൻറ്റിജറായിട്ട് കൺവേർട്ട് ചെയ്തു. ഇൻറ്റിജർ ഫംഗ്ഷൻ ഉപയോഗിച്ച് ഇൻപുട്ട് ചെയ്യുന്നതിനെ നമ്മൾ ഇൻറ്റിജറായിട്ട് കൺവേർട്ട് ചെയ്തു. അപ്പോൾ നം 1ൽ 45 എന്ന് പറയുന്ന ഇൻറ്റിജറാണുള്ളത്. അതുപോലെ നം 2വിൽ 32 എന്ന് പറയുന്ന ഇൻറ്റിജറാണുള്ളത്. അപ്പോൾ സം എന്ന് പറയുന്നത് നം 1 പ്ലസ് നം 2 ആണ്. അപ്പോൾ 45 പ്ലസ് 32 ആണ്. അപ്പോൾ സം കിട്ടിയത്. പ്രിൻ്റ് സം ഈക്വൽ ടു എന്നും പറഞ്ഞ് പ്രിൻ്റ് ചെയ്യുക. ഇത് ഈ സം ഈക്വൽ ടു ഈ ഇൻവേർട്ടഡ് കോമയിലുള്ളത് ഇവിടെ സം എന്ന് പറഞ്ഞ് വന്നു. സം ഈക്വൽ ടു എന്നുള്ളത് ഇവിടെ വന്നു. അത് കഴിഞ്ഞിട്ട് കോമ ഇട്ടിട്ട് ഈ സമ്മാണ് ഇവിടെ പ്രിൻ്റ് ചെയ്ത് വന്നത്. ഓക്കെ, നമ്മൾ ഡെസിമൽ ഉള്ള നമ്പേഴ്സ് എങ്ങനെ ഇൻപുട്ട് ചെയ്യാമെന്നാണ്. അപ്പം അവിടെ നേരത്തെ നമ്മൾ ഇവിടെ ഇൻറ്റിജർ എന്നാണ് എടുത്തിരുന്നത്. നേരത്തെ ഇവിടെ ഇൻറ്റിജർ എന്നാണ്, ഇപ്പോൾ അത് ഫ്ലോട്ടാക്കി. അപ്പോൾ ഇനി നമ്മൾക്ക് ഫ്ലോട്ട്. അപ്പോൾ എൻ്റർ യുവർ നമ്പർ റൺ ചെയ്ത് നോക്കുക. ഇവിടെ എൻ്റർ യുവർ നമ്പർ 1 അത് നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ അത് ഫ്ലോട്ടായിട്ടാണ് എടുക്കുക. ഫ്ലോട്ട്. അപ്പോൾ എൻ്റർ യുവർ നമ്പർ 1 എൻ്റർ യുവർ നമ്പർ 1 നമ്മൾ എടുക്കുക. 45.8 എൻ്റർ ചെയ്തു. എൻ്റർ യുവർ നമ്പർ 2 എൻ്റർ യുവർ നമ്പർ 2 അത് നമുക്ക് -34.2 എൻ്റർ ചെയ്തു. എൻ്റർ ചെയ്തുണ്ട്. സം ഈക്വൽ ടു 11.59. അപ്പം നമ്മൾ ഡെസിമലുള്ള നമ്പറാണെങ്കിൽ ഫ്ലോട്ട് എന്നാണ് കൊടുക്കേണ്ടത്.